SBI PO 2024 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഈ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഒന്ന് ചെക്ക് ചെയ്യാം. വെൽക്കം ടു എഡ്യൂ ഗാർണറ്റ്. ഞാൻ കലാദീപക്. ഈ എക്സാമിന് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജനുവരി 16 ജനുവരി 10 അപ്ലൈ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ സൈറ്റ് വളരെ ബിസിയാവും. SBIയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. www.sbi.co.in/careers. ഡയറക്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ആവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നോക്കാം എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ്, ആർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. ഏജ് നോക്കുന്നത് ആസ് ഓൺ April 1, 2024 ആണ്. ജനറൽ കാറ്റഗറിക്ക് മാക്സിമം 30 years, OBCക്ക് ഇതിൽ നിന്ന് 3 വർഷത്തെ റിലാക്സേഷനും SC/STക്ക് 5 വർഷത്തെ റിലാക്സേഷനും വരുന്നുണ്ട്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എനി ഡിഗ്രി ഗ്രാജുവേറ്റ് ആയിരുന്നാൽ മതി, പെർസെൻറ്റേജ് ഒന്നും പ്രശ്നമല്ല. അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ നോക്കുന്നത് ആസ് ഓൺ April 30, 2025 ആണ്. അതായത് നിലവിൽ നിങ്ങൾ ഡിഗ്രിയുടെ ലാസ്റ്റ് സ്റ്റേജിലുള്ളവർക്ക് പോലും അപ്ലൈ ചെയ്യാൻ സാധിക്കും. മാർച്ചിലെങ്ങാണൊക്കെ എക്സാം വന്ന് ഏപ്രിലൊക്കെ റിസൾട്ട് വരും എന്നുള്ളവർക്കും അപ്ലൈ ചെയ്ത് എഴുതാൻ പറ്റും. പക്ഷേ April 30 റിസൾട്ട് വന്ന് പാസ് ആവണം എന്നുള്ളതേ ഉള്ളൂ, സർട്ടിഫിക്കറ്റ് ഒന്നും കൈ കിട്ടുന്നുണ്ടാവും. ഓക്കെ, പിന്നെ PET പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ജനറൽ കാറ്റഗറി ഒഴികെ ബാക്കി എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആണ്. അത് നമ്മൾ ഈ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ PET എന്ന് പറയുന്നൊരു ഓപ്ഷൻ ചോദിക്കുമ്പോൾ അത് ഓപ്റ്റ് ചെയ്യാം. കാര്യം ഇത് ഫ്രീ ആണ്, അതുപോലെ തന്നെ ഓൺലൈനാണ്. ചിലപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവർ സെൻറ്ററൊക്കെ ചോദിച്ചെന്നിരിക്കും PETക്ക് എവിടെ വേണമെന്ന്. ബട്ട് കൊറോണ കഴിഞ്ഞതിന് ശേഷം ഇതുവരെ അത് ഓൺലൈനായിട്ട് കണ്ടക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ കൺവീനിയൻസിൽ നിന്ന് അറ്റൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അഥവാ അറ്റൻഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് കുറച്ച് ഫ്രീ മോക്ക് എക്സാംസും ഗൈഡൻസും ഒക്കെ കിട്ടുന്ന സംഭവമാണ്. അതുകൊണ്ട് അത് വെറുതെ കളയേണ്ട ആവശ്യമില്ല. ജനറൽ കാറ്റഗറി ഒഴികെ ബാക്കി എല്ലാവരും ഓപ്റ്റ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഒരു എക്സാം ഡേറ്റുകൾ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ലെവൽ വരുന്നത് പ്രിലിംസ് ആണല്ലോ. പ്രിലിംസിൻ്റെ ഡേറ്റ് ഒരു കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത് March 8th 15th ആണ്. 2 ഡേറ്റുകളാണ്. ഇതിലേതെങ്കിലും ഒരു ദിവസമായിരിക്കും നമുക്ക് വരുന്നത്. നമ്മുടെ അഡ്മിറ്റ് കാർഡ് വരുമ്പോഴാണ് അറിയാൻ സാധിക്കുക. പ്രിലിംസ് ക്ലിയർ ചെയ്യുന്നവർ മെയിൻസിലേക്ക് കടക്കുന്നു. മെയിൻസിനത് April May കാണും. മെയിൻസ് ക്ലിയർ ചെയ്യുന്നവർ മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുമ്പോൾ ഇന്റർവ്യൂ, ഗ്രൂപ്പ് എക്സസൈസ്, ഒരു സൈക്കോമെട്രി ടെസ്റ്റ്, ഇതെല്ലാം കൂടെ അടങ്ങിയതായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെത് May June ആ ഒരു പീരീഡിലേക്ക് കാണുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഒരു എക്സാമിനേഷൻ ഫീ വരുന്നത് 750 rupees ആണ് ഫോർ ജനറൽ ആൻഡ് OBC. SC/STക്കും പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റിക്കും ഫീസ് ഒന്നും തന്നെ ഇല്ല. പിന്നെ SBI POയുടെ കേസിൽ നമ്പർ ഓഫ് അറ്റംപ്റ്റ്സിൽ ഒരു കാര്യമുണ്ട്. ജനറൽ കാറ്റഗറിക്ക് 4 പ്രാവശ്യമാണ് മൊത്തം SBI PO എഴുതാൻ പറ്റുക. വർഷത്തിൽ 1 SBI PO വരുന്നത്. അത് ഈ ഒരു അറ്റംപ്റ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ പോയി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ കഴിഞ്ഞ വർഷം കാണും പ്രിലിംസ് പോയി എഴുതി, അതിനെയല്ല ഒരു അറ്റംപ്റ്റ് ആയിട്ട് കൂട്ടുന്നത്. പ്രിലിംസും മെയിൻസും കൂടെ ചേരുന്നതിനെയാണ് ഒരു അറ്റംപ്റ്റ് ആയിട്ട് കൂട്ടുന്നത്. നമ്മൾ പ്രിലിംസ് എഴുതി പ്രിലിംസ് തന്നെ ക്ലിയർ ചെയ്തില്ലായിരുന്നെങ്കിൽ അതിനൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല. സപ്പോസ് നമ്മൾ പ്രിലിംസും ക്ലിയർ ചെയ്ത് മെയിൻസും എഴുതി മെയിൻസ് ആയിരുന്നു ക്ലിയർ ചെയ്യാഞ്ഞതെങ്കിൽ അതെയാണ് അവരൊരു അറ്റംപ്റ്റ് ആയിട്ട് കൗണ്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് അങ്ങനെ നോക്കുമ്പോൾ ജനറൽ കാറ്റഗറിക്ക് 4 പ്രാവശ്യം, OBCക്ക് 7 പ്രാവശ്യം, SC/STക്ക് പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻ ഒന്നും തന്നെ വരുന്നില്ല. ഓക്കെ, പിന്നെ എക്സാമിനേഷൻ സെൻറ്റർ കേരളത്തിലെ ആസ് യൂഷ്വൽ കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും പ്രിലിംസിന് അവൈലബിൾ ആണ്. അതിൽ നിങ്ങൾക്ക് എവിടെയാണോ ഫേവറബിൾ അത് ചൂസ് ചെയ്ത് അപ്ലൈ ചെയ്യാം. മെയിൻസിനാണെങ്കിലും ട്രിവാൻഡ്രം, കൊല്ലം, കൊച്ചി ഒക്കെ അവൈലബിൾ ആണ്. ട്രിവാൻഡ്രം, കൊച്ചി, കോഴിക്കോട് ഈ 3 സ്ഥലങ്ങളിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിന് നമുക്ക് ഏതാണോ ഫേവറബിൾ എന്നുള്ളത് മെയിൻസിനും ഇപ്പം തന്നെ നമ്മൾ ഓപ്റ്റ് ചെയ്തേക്കാം. ഓക്കെ, നമ്മൾ അതുപോലെ തന്നെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ഒന്നും തെറ്റിപ്പോരുത്. പിന്നീട് ഇതിനകത്തൊന്നും ഒരു മാറ്റവും വരുത്താൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നമ്മൾ അഥവാ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു, അപ്ലൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത്, നമ്മൾ എൻ്റർ ചെയ്ത് ഏതെങ്കിലും ഡീറ്റെയിൽ തെറ്റിപ്പോയെന്നത് റിയലൈസ് ചെയ്തെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ അപ്ലൈ ചെയ്താൽ മതി. പക്ഷേ ആപ്ലിക്കേഷൻ ഫീ നഷ്ടപ്പെടും. ബട്ട് ഒന്നും കൂടെ അപ്ലൈ ചെയ്യുക. ഒടുവിൽ അപ്ലൈ ചെയ്യുന്നതേ അവർ കണക്കിലെടുക്കത്തുള്ളൂ. പക്ഷേ ലാസ്റ്റ് ഡേറ്റും കഴിഞ്ഞു പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ അപ്ലൈ ചെയ്ത് വെച്ചായിരിക്കും എടുക്കുന്നത്. പിന്നെ അതിനകത്ത് ചേഞ്ച് വരുത്താനൊന്നും സാധിക്കത്തില്ല. ഓക്കെ, എനിവേസ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ വളരെ കെയർഫുള്ളി എല്ലാ ഡീറ്റെയിൽസും നമ്മളിപ്പോൾ ആരുടെയെങ്കിലൊക്കെ എക്സാമിന് എവിടെയെങ്കിലും കമ്പ്യൂട്ടർ സെൻറ്ററിലൊക്കെ പോയി ചെയ്യുവാണെങ്കിലും നമ്മൾ വളരെ കെയർഫുള്ളി അവിടെ നിൽക്കണം. അവർ എൻ്റർ ചെയ്യുന്ന ഓരോന്നും ശരിയാണോ. അതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അവസാനം നമ്മൾ ഈ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം കൂടി ചേർത്തുകൊണ്ട് ഒരു ആപ്ലിക്കേഷൻ ഫോം വരും. അതൊന്നുകിൽ സേവ് ചെയ്തിട്ടോ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുകയോ ചെയ്യണം. അന്നേരവും ചെക്ക് ചെയ്യണം എല്ലാം കറക്റ്റ് ആയിരുന്നോ എന്നുള്ള കാര്യം. ഓക്കെ, പിന്നെ നമുക്ക് ഇതിന്റെ എക്സാമിനേഷൻ പാറ്റേൺ നോക്കാം. എക്സാമിനേഷൻ പാറ്റേൺ ഫസ്റ്റ് ലെവൽ പ്രിലിംസ് ആണെന്നറിയാലോ. ഒബ്ജക്റ്റീവ് ഓൺലൈൻ പരീക്ഷയാണ്. 3 സബ്ജക്ട്സ് ആണ് പ്രിലിംസിന് വരുന്നത്: ഇംഗ്ലീഷ്, റീസണിങ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ മാത്സ്. അതിൽ ഓരോ സെക്ഷനും 20 മിനിറ്റ് വീതമാണ് കിട്ടുന്നത്. ഇംഗ്ലീഷിൽ നിന്ന് 40 questions 20 minutes, റീസണിങ് 30 questions 20 minutes, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 30 questions 20 minutes. ഈ ഓരോന്നിൻ്റെയും 20 minutes കഴിയുമ്പോൾ അതാത് സെക്ഷൻ ഓട്ടോമാറ്റിക്കലി കട്ടായി പോകും. ഓക്കെ, ഈ ഓരോ സെക്ഷൻ വൈസ് പ്രത്യേകം കട്ട് ഓഫ് ഇല്ല, പക്ഷേ ടോട്ടൽ കട്ട് ഓഫ് ഉണ്ട്. അതുകൊണ്ട് ഓർത്തോണം, കിട്ടുന്ന 20 minutesൽ നമ്മുടെ മുൻപിലേക്ക് വരുന്ന ഓരോ സബ്ജക്റ്റും നന്നായിട്ട് സ്കോർ ചെയ്യാൻ തന്നെ ശ്രദ്ധിക്കണം. എന്നാലേ ടോട്ടൽ കട്ട് ഓഫ് കയറത്തുള്ളൂ, സെക്ഷണൽ കട്ട് ഓഫ് ഇല്ലെങ്കിൽ പോലും. പിന്നെ നമുക്ക് ശരി ഉത്തരത്തിന് 1 മാർക്കാണ് കിട്ടുന്നത്. തെറ്റുത്തരത്തിന് 0.25 marks ആണ് കുറയുന്നത്. റഫ് പേപ്പർ എക്സാം സെൻറ്റർ തരും. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് എക്സാമിനേഷൻ പാറ്റേണിൽ വന്നിരിക്കുന്ന ഒരു വ്യത്യാസം എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ഇംഗ്ലീഷിൽ 30 questions ആയിരുന്നു. ഇത്തവണ അത് 10 കൂട്ടി ഇംഗ്ലീഷ് 40 ആക്കി. അതുപോലെ തന്നെ റീസണിങ്ങും മാത്സും ഒക്കെ സാധാരണ 35 വീതമായിരുന്നു. ഇപ്പോൾ അത് 30 വീതമാക്കി. അതാണ് ഒരു വ്യത്യാസം.
പിന്നെ പ്രിലിംസ് ക്ലിയർ ചെയ്യുന്നവർ മെയിൻസിലേക്ക് പോകും. മെയിൻസിന്റെ പാറ്റേൺ താണ്ട് ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കും. ഇംഗ്ലീഷ് ഉണ്ട്, പിന്നെ റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്നല്ല സബ്ജക്ട് പറയുക, ഡേറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ആണ്. എപ്പോഴും പിയോടെ മെയിൻസിന്റെ സബ്ജക്ട് വരിക ഡേറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ആണ്. അതായത് പലതരത്തിലുള്ള ഗ്രാഫ് ബേസ്ഡ് ചെയ്ത് ചോദിക്കും. പിന്നെ ജനറൽ അവയർനെസ്, മൊത്തം 3 മണിക്കൂറത്തെ ഒബ്ജക്റ്റീവ് ഓൺലൈൻ എക്സാം ആണ് മെയിൻസിന് വരുന്നത്. ഈ 3 മണിക്കൂറത്തെ ഓൺലൈൻ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ഉണ്ട്. അഗെയിൻ പിഒ മെയിൻസിന് എപ്പോഴും ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട്. ബട്ട് സാധാരണയിൽ നിന്ന് ഒരു വ്യത്യാസം വരുന്നത്, സാധാരണ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ എന്ന് പറയുമ്പോൾ ഒരു എസ്സേയും ഒരു ലെറ്റർ റൈറ്റിംഗും ആയിരുന്നു. ഇത്തവണ അത് രണ്ടും മാറ്റി പകരം 4 വേറെ ഓപ്ഷൻസ് ആണ് വന്നിരിക്കുന്നത്. പ്രിസി, റിപ്പോർട്ട്, സിറ്റുവേഷൻ അനാലിസിസ് ആൻഡ് ഇമെയിൽ. ഈ 4 എണ്ണമാണ് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് ഓരോന്നിനും എത്ര ചോദ്യം എത്ര മാർക്ക് എന്നുള്ള സ്പ്ലിറ്റിംഗ് ഒന്നുമില്ല. മൊത്തം 50 മാർക്ക് അരമണിക്കൂർ എന്നേ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഈ 4 നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് പോവുക, അതാണ് ചെയ്യാൻ പറ്റുക. മെയിൻസിന് സെക്ഷൽ കട്ട് ഓഫ് ഉണ്ട്. അത് ആ ടേബിളിന്റെ തൊട്ട് താഴെ തന്നെ അവർ എടുത്ത് പറയുന്നുണ്ട്. പ്രിലിംസിനാണ് സെക്ഷൽ കട്ട് ഓഫ് ഇല്ലാത്തത്. മെയിൻസിന് ഈ ഓരോ സെക്ഷനും റീസണിംഗ്, ഇംഗ്ലീഷ്, ഡിസ്ക്രിപ്റ്റീവ് എല്ലാത്തിനും അവർ പ്രത്യേകം കട്ട് ഓഫ് പറയുന്നുണ്ട്. അതിന് പുറമെ ടോട്ടൽ കട്ട് ഓഫ് വരുന്നുണ്ട്. ഹൗ ടു അപ്ലൈ? ഏതൊരു ബാങ്ക് എക്സാമിന് അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ സർട്ടിഫിക്കറ്റ്സ് ഒന്നും അപ്ലോഡ് ചെയ്യേണ്ടതില്ല. 4 കാര്യങ്ങൾ മതി. നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, സിഗ്നേച്ചർ, ലെഫ്റ്റ് തം ഇംപ്രഷൻ, ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ. ഈ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ എങ്ങനെ എഴുതണമെന്ന് അതിപ്പോൾ സ്ക്രീനിൽ കാണിക്കും. അതുപോലെ നമ്മുടെ ഓൺ ഹാൻഡ് റൈറ്റിംഗിൽ ഒരു പേപ്പറിലോട്ട് ആക്കാം. പക്ഷേ ഇത് 4 ഓരോ പെർട്ടിക്കുലർ സൈസുകളിലാക്കിയിട്ട് വേണം അപ്ലോഡ് ചെയ്യാൻ. റീസെന്റ് ഒക്കെ നിങ്ങൾ PSB ക്ലർക്കിനും റീസെന്റ് വന്ന എക്സാംസിനൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ളവർ കേസിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ഓൾറെഡി സൈസ് ആക്കിയിട്ടുണ്ടാവുമല്ലോ, അതെടുത്ത് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഫസ്റ്റ് ടൈം ഒക്കെ അപ്ലൈ ചെയ്യുന്നവർ മാത്രം ഇത് 4 സൈസുകളിലാക്കിയിട്ട് വേണം അപ്ലോഡ് ചെയ്യാൻ. അത് 1 സൈസ് ആക്കി കഴിഞ്ഞാൽ സേവ് ചെയ്തിടുക. അപ്പോൾ നെക്സ്റ്റ് എക്സാംസിന് ബുദ്ധിമുട്ട് വരത്തില്ല. നേരത്തെ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് കൊടുത്തേക്കാം. അപ്ലൈ ചെയ്യുമ്പോൾ പക്ഷേ കെയർഫുൾ ആയിരിക്കണം. ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായിട്ട് എൻട്രി ചെയ്യാൻ വളരെയേറെ ശ്രദ്ധിക്കണം. എക്സാം സെൻറ്റർ ആണെങ്കിലും എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് തന്നെ എൻട്രി ചെയ്യാം. ലാസ്റ്റ് ഡേറ്റ് വരെ വെയിറ്റ് ചെയ്ത് ജനുവരി 10 അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഈ എക്സാംസ് ഒക്കെ ഫോക്കസ് ചെയ്യുന്നവർ പ്രിപ്പറേഷൻ ചെയ്യണം. നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ചെയ്യണം. നമ്മൾ നോട്ടിഫിക്കേഷൻ വരുമ്പോഴല്ല, കഴിവതും നേരത്തെ തന്നെ എക്സാംസിന് ഒരു കുറവില്ല. ഇപ്പോൾ 2025 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ജനുവരിയിൽ എക്സാം കാലണ്ടർ വരും. ധാരാളം എക്സാംസ് അല്ലേ ഒരു വർഷം ഉള്ളത്. എല്ലാത്തിനും ഒറ്റ സിലബസ് അല്ലേ, സെയിം സിലബസ്. ബട്ട് പ്രിപ്പറേഷൻ കറക്റ്റായിട്ട് ചെയ്യുക, അതാണ് ഇമ്പോർട്ടൻറ്റ്. അത് എപ്പോഴും നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ പറയാറുള്ള കാര്യമാണ്. അന്നേരം പെട്ടെന്ന് നമ്മളൊരു ഷോർട്ട് ടേം കോഴ്സ് പെട്ടെന്ന് അങ്ങനെയല്ല, അതിന് വേണ്ടിയുള്ളൊരു ടൈം സ്പെൻഡ് ചെയ്ത് കറക്റ്റായിട്ടുള്ള പ്രിപ്പറേഷൻ ചെയ്യാൻ എപ്പോഴും ബാങ്ക് എക്സാം ലക്ഷ്യമിടുന്ന കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എഡ്യൂകാർനെറ്റ് ഓൺലൈനായി ബാങ്ക് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റെക്കോർഡ് ക്ലാസ്സസ്, പ്രാക്ടീസ് ക്വസ്റ്റ്യൻ, മോക്ക് എക്സാം ഡെയിലി വീക്ക്ലി ചെയ്യുക, ഡൗട്ട് ക്ലിയറൻസ്, ഗൈഡൻസ്, 24/7 ഫെസിലിറ്റി നമ്മളെല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡെമോ ക്ലാസ് ഒക്കെ നിങ്ങൾക്ക് കണ്ടു നോക്കാൻ പറ്റും. അതുപോലെ തന്നെ ക്രാഷ് കോഴ്സ്, 6 months, 1 year, ലൈഫ് ടൈം പാക്കേജസും നമുക്ക് അവൈലബിൾ ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കാണിച്ചത് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതിയാവും. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.